ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. കൊലോസ് ലേഖനത്തിലെ പഠന വിഷയമാണ്, തുടർമാനമായിട്ടുള്ള പഠന വിഷയമാണ്. സ്തോത്രം. ഒരു ശരീരവും തലയും ശരീരവും എന്നുള്ള വിഷയം ശരിക്ക് ഒരു ശുശ്രൂഷകൻ പഠിച്ച് മനസ്സിലാക്കിയാൽ സഭയിലെ പ്രശ്നങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90% പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. കാരണം തല ക്രിസ്തുവും, ഇവിടെ പൗലോസ് പറഞ്ഞു അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാകും. അപ്പോൾ തല ക്രിസ്തു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ശരീരമാ സഭയുടെ അവയവങ്ങളാരാ? വിശ്വാസികൾ. ഈ വരുന്ന വിശ്വാസികളെ ദൈവവചനം പഠിപ്പിച്ച് അവർക്ക് ശുശ്രൂഷയുള്ള സഹോദരന്മാരെ നമുക്ക് ശുശ്രൂഷകർക്ക് അറിയാൻ പറ്റുന്നു. പ്രബോധിപ്പിക്കാൻ കഴിവുള്ളവർ, ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കാൻ, നല്ല സാക്ഷി പറയാൻ ദൈവകൃപയുള്ളവർക്കേ അത് പറ്റത്തുള്ളൂ, എല്ലാവർക്കും പറ്റത്തില്ല. ഒരു സാക്ഷി കൊണ്ട് മറ്റൊരു സാക്ഷി ഉളവാകുകയും ചെയ്യും, ഒരു സാക്ഷി മറ്റുള്ളവനെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവയവങ്ങൾ, ഓരോ അവയവങ്ങൾക്കും അതതിൻ്റെ പ്രവൃത്തിയുണ്ട്. ആ അവയവങ്ങളുടെ പ്രവൃത്തി അവർ ചെയ്യണം. ഇപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിൽ ഒരു സഭയുണ്ടായിരുന്നു. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ 4 പേര്, ദാനിയേൽ, ശദ്രക്, മേശക്, ഈ 4 പേരും എന്ത് ചെയ്തു? 4 പേർക്കും ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിലേറ്റവും മഹത്തരമായി ശുശ്രൂഷ ചെയ്തതാരാ? ദാനിയേൽ. വെളിപ്പാട് വായിക്കാനും. അത് കഴിഞ്ഞാൽ ദാനിയേൽ എന്ത് ചെയ്തു? സഹോദരന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വചനത്തിൽ ഈ വെളിപ്പാട് പറയണമെങ്കിൽ പ്രാർത്ഥിക്കണം. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോയോട് പറഞ്ഞു. അവർ നിർമ്മിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. വിഷയം വെളിപ്പെട്ടു. രാജാവിന്റെ സ്വപ്നത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനമോട് പറഞ്ഞു. രാജാവിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല എടുത്ത് ദാനിയേൽ. കാരണം എന്താ? അത് മനോഹരമായ നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തു. അത് സഭയിലെ ശുശ്രൂഷകന്മാര്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ശരീരമാകുന്ന സഭയും തലയാകുന്ന ക്രിസ്തുവും എന്നുള്ളൊരു പഠനം പുതിയ നിയമത്തിൽ, എഫേസ് ലേഖനത്തിൽ, കൊലോസ് ലേഖനത്തിൽ, അങ്ങനെ പല ഭാഗങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ഈ വിഷയങ്ങളെല്ലാം എടുത്ത് വെച്ച് ചേർത്ത് പഠിച്ച് തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന ഓരോ വ്യക്തികളും പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ സഭ മനോഹരമായൊരു സഭ. അതാ പൗലോസ് പഠിപ്പിക്കുന്നത്. ഈ ഉപദേശങ്ങൾ സഭയിൽ പഠിപ്പിക്കുകയോ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് സഭയിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി പാസ്റ്റേഴ്സ് സെമിനാർ വെച്ചിട്ട് പാസ്റ്റർമാരെ പഠിപ്പിക്കണം. അവരാണ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയാലല്ലേ വിശ്വാസികളാണെന്നല്ലേ വളർത്താൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ ഒരു 10 വിശ്വാസികൾ വന്നു. 10 വിശ്വാസികൾക്ക് ഏതൊക്കെ കൃപയുള്ളവരാണെന്ന് ആർക്ക് എങ്ങനെ അറിയാം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചാൽ ഒരു കൃപാവനെങ്കിലും ഇല്ലാത്തൊരു വ്യക്തിയില്ല. ഒന്നിൽ അവന് പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കാണും, അല്ലെങ്കിൽ അവന് കോർഡിനേറ്റിംഗ് ആളെ കൊണ്ടുവരാൻ, അതൊരു കൃപയാ. സുവിശേഷം പറയുന്ന ഒരു കൃപയാ. വചനം സംസാരിക്കും, ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം കൃപയാ. രോഗശാന്തികളുടെ ഒരു കൃപയാണ്. സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു കൃപയാണ്. അപ്പൊ ആ ഏത് അവയവത്തിന് ആണ് ഏതൊക്കെ കൃപകളുണ്ടെന്നുള്ളത് വിവേകമുള്ള, പരിജ്ഞാനമുള്ള, ദൈവകൃപയുള്ള, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷകന് അത് മനസ്സിലാക്കാൻ കഴിയും. അതായി വിഷയം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ സഹോദരന്മാരെ അതിനനുസരിച്ച് പ്രബോധിപ്പിക്കുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനും ഒരു കരുത്തനായ ശുശ്രൂഷകന്റെ നേതൃത്വത്തിൽ സഭ മുമ്പോട്ട് പോകുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ചിലർ സുവിശേഷം പറഞ്ഞാൽ അനേകം രക്ഷിക്കപ്പെടും. ചിലരുടെ സുവിശേഷം കേട്ട് അനേകം രക്ഷിക്കപ്പെട്ടു വരും. ചിലർ വചനം പ്രസംഗിച്ചാൽ വചനത്തിൽ ഉറയ്ക്കും. ചിലര് രോഗശാന്തികൾക്ക് വേണ്ടി ഈ രോഗികളെ നിങ്ങൾക്ക് കേൾക്കണോ? തൃശ്ശൂരിൽ ഞങ്ങളൊരു ഒരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് സത്യത്തിൽ വലിയൊരു ബേർഡൻ ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. നമ്മൾ ഇടപെട്ട ഒരു വിഷയം ആ കുഞ്ഞിനെ സൗഖ്യം കിട്ടണേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്ന് അപ്പനെ വിളിച്ചപ്പോൾ മറുപടി കിട്ടി. അന്ന് മുതൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസാനം
ഈ കഴിഞ്ഞ ദിവസം എനിക്ക് സന്തോഷത്തിലൊരു വാർത്ത കേട്ടത്, ഒരു ബൈബിൾ സ്റ്റഡി എന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞ ആ കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ അവസ്ഥ എന്തായിരുന്നു? കൈ ഇങ്ങനെ കെട്ടി കാല് കൊണ്ടുവന്ന് കെട്ടി വീട്ടിലിരിക്കുക. ഞാനത് കണ്ടിട്ട് അന്തിച്ചു. ഞാനും ഒരു പ്രായമുള്ളൊരു അച്ചായനുണ്ട്, സംഭവം താമസിച്ചാൽ ഞങ്ങൾ വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചു. അന്ന് മുതലും ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആര് പ്രാർത്ഥിച്ചാലും ആര് കുത്തിയാലും അരി വെളുക്കണമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി അവിടെയുള്ള മാസ്റ്റർമാർ എല്ലാവരും ഒക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഇങ്ങനൊരു ശുശ്രൂഷയുടെ മുഖത്ത് ഞാൻ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് അതുകൊണ്ട് വലിയ ഭാരം തോന്നി. ദൈവമേ, ഈ വിഷയത്തിന് മുമ്പിൽ വന്ന് വീഴാനിടയായി. ഇതിനൊരു പരിഹാരം കിട്ടി. അന്ന് മുതൽ പ്രാർത്ഥിച്ചു. എന്തായാലും ആ കൊച്ച് എഴുന്നേറ്റ് ഒരു ബൈബിൾ സ്റ്റഡിക്ക് ക്യാപ്റ്റൻ ഷാമുവലിന്റെ മകൻ ഫെന്നി പാസ്റ്റർ നടത്തുന്ന ഒരു ക്ലാസ്സിന് വന്നു എന്നൊരു സഹോദരന്മാർ കേട്ടപ്പോൾ മതി, സന്തോഷമായി. നമ്മൾ പോയി ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിനൊരു ആശ്വാസം കിട്ടി. അനേക കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ അതിൽ കൈ കൊടുത്ത് പ്രാർത്ഥിച്ചു. എന്തായാലും ഒരു അത്ഭുത വിടുതലാക്കി. അപ്പൊ അതുകൊണ്ട് ഓരോ അവയവങ്ങൾക്ക് ഓരോ പ്രവൃത്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാവും, ഭൂതങ്ങൾ പുറത്തു പോകും. ചിലർ സുവിശേഷം പറഞ്ഞാൽ ആ മാത്രയിൽ വ്യക്തി രക്ഷിക്കപ്പെടും. അതൊരു കൃപയാണ്. അപ്പോ ഓരോ അവയവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് എന്ത് ചെയ്യണം? അതാരാ തിരിച്ചറിയണം? ആ വ്യക്തിയും തിരിച്ചറിയണം, സഭയുടെ ശുശ്രൂഷകരും തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ അവയവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ ഒരു പഠനം കിടപ്പുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. എഫേസ്യ ലേഖനം എടുത്താട്ട് എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എഫേസ്യ ലേഖനത്തിൻ്റെ ഈ പഠിപ്പിക്കലുമായിട്ടുള്ളൊരു പ്രധാന പഠനം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഒന്നുകൂടി പിന്നെയും പറയുക. അതിൻ്റെ എഫേസ്യർ 4:11 മുതൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചു? സംഘടന നിയമിച്ചതല്ല, മനുഷ്യൻ നിയമിച്ചതല്ല, ദൈവം നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചത് നാം എല്ലാവരും, പൗലൂസും നമ്മളെല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും ഒരുപോലെ ആയിരിക്കണം. ഇവിടുത്തെ പ്രധാന വിഷയം വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ്, നാല് കാര്യങ്ങൾ ഒരുപോലെ ആയിരിക്കണം എല്ലാവരും. അത് കഴിഞ്ഞിട്ട് പ്രായസമ്പന്ന അളവും പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിന്, കേട്ടോ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനാകുന്നു. അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 14-ാം വാക്യം, മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പൊ ഇന്നത്തെ ആത്മീയ കൂടത്തിൽ ആത്മീയ ശിശുക്കളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ദൈവമാക്കി വെച്ച ശരീരമാം സഭയുടെ തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ശരീരമാം സഭയെ വചനം പ്രസംഗിച്ച് പഠിപ്പിച്ച് അവരെ വളർത്തിയെടുക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആത്മീക ശിശുക്കളായി കിടക്കുക. 1 കൊരിന്ത്യർ ലേഖനം 13:11, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. നിരൂപണം, ചിന്ത, സംസാരം ശിശുവിനെ പോലെ. ഞാൻ ചില വിശ്വാസികളെ അടുത്തത് സംസാരിക്കാൻ നേരത്ത്, എന്തുകൊണ്ട് ബ്രദർ വിശേഷം? എന്നാ പറയാം, ഞാൻ ഇത് പറ്റി പ്രശ്നം മാറിയിട്ട് നേരമില്ല ബസ്. അതിനെന്താ പോംവഴി? അതാ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വചനധ്യാനവും പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? അതൊക്കെ ഇങ്ങനെ പോകുന്നു. ചുമ്മാ ഉഴപ്പാ. പ്രശ്നത്തെ വലുതായി കാണാതെ ദൈവത്തെ വലുതായി കാണാൻ പറ്റുമോ? നമ്മുടെ പ്രശ്നത്തെ വലുതായി കണ്ടുകൊണ്ട് ദൈവത്തെ ഒരു കുഞ്ഞു ദൈവമായിട്ട് കാണും. നമ്മുടെ കുഴപ്പം അതാ.
ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തിട്ട് നീ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നാൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. എത്രയോ കഥകൾ. ചെങ്കടലിന്റെ മുമ്പിൽ മോശ വന്ന് നിലവിളി നിൽക്കുക. അവിടെ പറയുന്നത്, ജനത്തെ വിട്ടയച്ച് എന്നൊക്കെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിട്ട് ഫറവോനും സൈന്യവും കൂടി ജനത്തിന്റെ പുറകെ വരിക. പാഞ്ഞ് ഒരുവർ കാണുന്നുണ്ട്, അവിടെ നിന്ന് ഫറവോൻ സൈന്യം വരുന്നുണ്ട്. മുമ്പിൽ ചെങ്കടല, പോകാൻ പറ്റത്തില്ല. ജനം കിടന്ന് നിലവിളിക്കുന്നു, അയ്യോ ഈ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനോ കൊണ്ടുപോകുമ്പോൾ അവർ കിടന്ന് കരയുക. ജനം മോശയോട് നിലവിളിക്കുക. മോശ ദൈവത്തോട് പറയാം. അപ്പം ദൈവം എന്താ പറഞ്ഞത്? വിചിത്രമായിട്ട് തോന്നിച്ചിട്ടുണ്ട്. നീ നിലവിളിക്കുന്നുണ്ട്, നീ എന്തിനാണ് നീ കരയണത്? പണ്ട് മിസ്രൈമിൽ വെച്ച് അത്ഭുതം പ്രവർത്തിച്ച സമയത്ത് അവരുടെ പാമ്പുകളെ വിഴുങ്ങിയ ആ വടിയായ മോശയുടെ കയ്യിലിരിക്കുന്ന വടി, കയ്യിൽ അധികാരത്തിന്റെ വടി. ആ സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്, മോശയുടെ വടി അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി അവരുടെ ഫറവോന്റെ പാമ്പുകളെയൊക്കെ വിഴുങ്ങിയ കാണിച്ചു കൊടുത്തിട്ട് ആ വടിയെ യവന്റെ കയ്യിലോട്ട് കൊടുത്തി. വടി കൊടുത്തു. ഈ ദൈവത്തിന്റെ വടിയല്ല, മോശയുടെ വടിയല്ലേ. മോശയുടെ വടിയും കൊണ്ടുപോയ കാര്യം നടക്കത്തില്ല, ദൈവത്തിന്റെ വടി. മോശയോട് പറഞ്ഞു, വടി നീട്ടി ചെങ്കടലിനെ വിഭാഗിക്കാൻ. ആ ചെങ്കടലാണിപ്പോ രക്തം ചൊരിഞ്ഞോണ്ടിരിക്കണം എന്ന് ഓർത്തോണേ. ആ ചെങ്കടലിൽ നടക്കുന്ന യുദ്ധം ഭയങ്കരമാണ്. സ്തോത്രം. എത്ര അത്ഭുതം അവിടെ നടന്നു. മോശ വടിയെടുത്ത് അടിച്ചു, ചെങ്കടൽ രണ്ടായിട്ട് പിരിഞ്ഞു ജനത്തോട് പറഞ്ഞു. അപ്പോ മോശയ്ക്കുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, ദൈവത്തിന്റെ വടി കൈ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കിടന്ന് കരയുക. ഇതല്ലേ നമ്മളും ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നമ്മുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, പ്രതികൂലം എത്ര വലുതാണെങ്കിലും, ദൈവം നിനക്ക് ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. നീ തലയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ശരീരമാം സഭയുടെ ഒരു അവയവമാണെങ്കിൽ നിനക്ക് പരിഹാരമുണ്ട്. കാരണം നീ തല ക്രിസ്തുവല്ലേ. ഇവിടെ തലയല്ലേ നിന്നെ നടത്തുന്നത്. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണം, വഴി ഇപ്പൊ നടന്നു പോകുമ്പോൾ മാങ്ങയൊക്കെ ഈ ഒരു വെളിപ്രദേശത്തൂടെ നടന്നു പോകണമെന്ന് വെച്ചോ, കുറെ കാടുകൾ എടുത്ത് നല്ല കുറെ മാങ്ങ നിപ്പുണ്ട്. മാങ്ങ നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചിലതൊക്കെ പഴുത്തി നിൽക്കുക. ഇത്രയും വലിപ്പമുള്ള മാങ്ങ എടുക്കുന്നത് അത് പഴുത്തി നിൽക്കുക. വിശപ്പ് കൊണ്ട് കൊതിയും ഉണ്ടെന്ന് വെച്ചോ, അത് കിട്ടാൻ എന്ത് ചെയ്യണം? അപ്പൊ അത് കാണുന്നതാരാ? തലയിലെ കണ്ണാണ് അത് കാണുന്നത്. കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഓർഡർ എവിടെ കിട്ടും? തലച്ചോറിൽ നിന്ന് ഓർഡർ ആർക്ക് കൊടുക്കും? കൈക്ക്. കാര്യമല്ല കൊടുക്കുന്നത്, കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിപ്പുണ്ട്. അപ്പൊ വടിയെടുക്കുക, കല്ലെടുക്കുക, എന്തെങ്കിലും എടുക്കുക, സൂക്ഷിമാവുന്ന. അപ്പൊ അധികാരം മുകളിൽ നിന്ന് പുറപ്പെടും. നമ്മുടെ വിഷയത്തിന് പരിഹാരം വരും. ദൈവമക്കളെ ഈ വചനം ഏറ്റെടുക്കുന്ന പോൽക്കാലം നമ്മുടെ വിഷയം എത്ര വലുതാണെങ്കിലും, എത്ര ഗുരുതരമാണെങ്കിലും, നമ്മുടെ രോഗങ്ങൾ എത്ര ദൈർഘ്യമുള്ളതാണെങ്കിലും, അത് മാറില്ലെന്ന് ലോകം പറഞ്ഞാലും സർവശക്തനായ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടെ അത്ഭുതകരമായ സൗഖ്യവും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നുവെന്ന് യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കാൻ നമുക്ക് വേണ്ടിയാണ്. പാദപടത്തിലിരിക്കണം, വിഷയങ്ങൾക്ക് പരിഹാരം വരെയും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ കുറച്ച് സമയം കൂടിയെന്ന് വരാം, ചിലപ്പോൾ കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടന്നില്ലെന്ന് വരാം. നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി വിശുദ്ധീകരണത്തിന്റെ പാന്താവിലൂടെ നമ്മൾ നടന്നു കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, എൻ്റെ ഈ തല, എൻ്റെ ഈ ശരീരം, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മാമി? ഉണ്ടോ? എന്ത് ബന്ധമുണ്ട്? എന്ത് ബന്ധമുണ്ട് ഈ തലയും എൻ്റെ ശരീരവും? എന്ത് ബന്ധമുണ്ടെന്നാണ് ചോദ്യം. ഒഴിച്ചുകൂടാനാവാത്ത ബന്ധം. അപ്പൊ ഇതിപ്പോ ക്രിസ്തുവില്ലെന്ന് പറയല്, മനസ്സിലായില്ലേ? തലയില്ലാത്ത ശരീരങ്ങൾ. 94-കാരനായ ഒരു വയസ്സൻ ഞങ്ങളുടെ കേട്ട പറയുന്നത്, സഹോദര തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി വരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, പുള്ളി 85-90 വയസ്സായി, തലയ്ക്ക് ഈ ഓർമ്മയൊക്കെ വട്ടായതുകൊണ്ട് പറയാന്ന് ചോദിച്ചു. അപ്പൊ ഇത് എന്താ ഈ പറയുന്നത്? ഒന്നും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന് പഠിക്കാനിരിക്കുക. വയസ്സ് 10-45 ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും മനസ്സിലാവില്ല. എന്താ അറിയില്ലാത്ത സഹോദര ക്രിസ്തുവില്ലാത്ത സഭകൾ. അവര് കോടതി കേസിലും വഴക്കിനും പോയില്ലെങ്കിലേ ഉള്ളൂ. മനസ്സിലായോ?
പ്രശ്നപരിഹാരത്തിനായി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സഭകൾ ക്രിസ്തുവില്ലാത്ത സഭ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാസ്റ്ററിനെ തിരുവനന്തപുരത്ത് സുവിശേഷ വിരോധികൾ ആരാധന നടന്നുകൊണ്ടിപ്പോൾ കയറി തല്ലി, തലയൊക്കെ അടിച്ച് പൊട്ടിച്ചു. ഒരു പയ്യനെയും തല്ലി, ഇവരുടെ സഹോദരിയെയും തല്ലി. അതെല്ലാം എടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു സഹോദരൻ വന്നു. പക്ഷേ എന്തായിരുന്നു സംഭവം ഈ ദിവസം എങ്ങനെയാണ് ഉപദ്രവിച്ചത്? അത് കസേര എടുത്ത് ഇങ്ങനെ അടിച്ചു. ഓക്കെ പാസ്റ്റർ ഇപ്പോൾ എന്താ ചെയ്തത്? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, പോലീസ് വന്ന് ഒക്കെ തയ്യാറാക്കിയൊക്കെ പോയിട്ടുണ്ട്, തുടർ നടപടികളുണ്ടാവും. വേണം, അത് വേണം, അങ്ങനെ ചെയ്യണം, അവരെ വെറുതെ വിടാൻ പറയും. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ആരായി? നമ്മൾ തന്നെയൊക്കെ ചെയ്യും, നമ്മൾ തന്നെയൊക്കെ ചെയ്യാണ്. അപ്പോൾ തലയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? പരിഹാരം. നിങ്ങളത് മനസ്സിലാക്കിയാൽ പറയുന്നതിൻ്റെ ടോക്ക്. തലയില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ പരിഹാരം ചെയ്യുക. ഒരു നല്ല വക്കീലിനെ പിടിക്കുക. അപ്പോൾ ഒരു സഹോദരൻ പറയും, ഇന്ന് അടുത്ത ചർച്ചിൽ ഒരു വക്കീൽ സഹോദരനുണ്ട്, എന്നാൽ കൂടുതൽ ദൈവം അവനോട് പ്രവർത്തിച്ചു കൊടുക്കും. പണ്ടാരണം പറഞ്ഞ പോലെ, കർത്താവേ ഇന്ന് ഓപ്പറേഷനാണ്, കത്തിയോട് കൂടിയിരിക്കണമേ, തുന്നിക്കെട്ടുമ്പോൾ കൂടിയിരിക്കണമേ, പിന്നെ സർവത്തോടും കൂടിയിരിക്കണമേ. അപ്പുറത്തൊരാൾ ഇങ്ങനെ പറയുക, എനിക്ക് ഓപ്പറേഷൻ വേണേ, പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് എഴുതിട്ട് പോകും. ഇതേത് വിശ്വസിക്കണം നമ്മൾ? പിതാക്കന്മാരായ നമ്മൾ എത്രയോ ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അത്ഭുതമായി സൗഖ്യവും വിടുതലും പ്രാപിച്ചവർ ജീവിച്ചു മരിച്ച ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, അനുഭവങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ ലോകത്തിലേക്കും ലോകമനുഷ്യരിലേക്കും നമ്മൾ ആശ്രയിക്കാതെ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അത് പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ വിദേശത്തായിരുന്നപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞതാണ്, ഏറ്റവും വിശ്വസ്തനായ ഒരു സഹോദരൻ പറഞ്ഞതാണ്, ഒരു പാസ്റ്റർ ഒരു ചർച്ചിൽ വന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ചർച്ചിലല്ല, ഒരു വീട്ടിൽ. അവർ പ്രശ്നങ്ങൾ എന്തോ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. നല്ലൊരു പാസ്റ്ററായിരുന്നു, ഒരു പാവം പിടിച്ചൊരു പാസ്റ്റർ, വലിയ വിദ്യാഭ്യാസമുണ്ട്. പുള്ളി വന്ന് പ്രാർത്ഥിച്ച് ആദ്യത്തെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓടിട്ട വീടാണ്. വീട്ടിൻ്റെ മുകളിൽ കല്ലേറുള്ളി, ഒരു പാട്ടൊക്കെ, പണ്ടത്തെ പാട്ടൊക്കെ ഭയങ്കര ഒച്ചയായിരുന്നു. കല്ല് വന്ന് മുകളിൽ ഓടിൽ കൊണ്ടിട്ട് ഓട് പൊട്ടി പാസ്റ്റർ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ വന്ന് വീണു. എന്തായാലും തലയിലും ദേഹത്തൊന്നും വീണില്ല. ഇത് കണ്ടപ്പോൾ പാസ്റ്റർ ഭയങ്കര വിഷമമായി, വിശ്വാസികൾക്കും പ്രയാസമായി, പ്രാർത്ഥന തുടങ്ങി. അപ്പം അച്ചായനും വീട്ടിലെ മക്കളും ഒക്കെ പറഞ്ഞു, നമുക്ക് ചോദിക്കണം. അവിടെ ഇരിക്കുന്നവരും പറയുന്നു, അച്ഛാ അവിടെ ഇരിക്കും, മക്കൾ അവിടെ ഇരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുണ്ട് വിഷയം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1, 2, 3 ദിവസത്തെ പ്രാർത്ഥന. 3 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പാസ്റ്റർ പോയി. നമ്മൾ ഒന്നിനും പോകണ്ട, കേസിന് പോകണ്ട, കോടതിക്ക് പോകണ്ട, വിഷയം വെച്ച് സ്വതന്ത്രം ചെയ്തുകൊണ്ടിരിക്കും. ദൈവം പ്രവർത്തിച്ചു. 3-4 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ കല്ലെറിഞ്ഞ ബിരുദൻ, നല്ല ഡിഗ്രിയൊക്കെ ഉള്ളൊരു പയ്യനാണ്, 5 പാൻ്റ് എടുത്തിട്ടോണ്ടിരിക്കുന്നു. വട്ടായി തലയ്ക്ക് വട്ടായി. അപ്പൊ ഇവർ കോടതിയിൽ പോയിരുന്നെങ്കിലോ? പിന്നെ ആ പ്രദേശത്ത് ഒരു പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ ആരും ഒരു അക്ഷരം മിണ്ടത്തില്ല. അവിടെ അവരെന്തെങ്കിലും പ്രാർത്ഥിച്ചോട്ടോ, നമുക്ക് ആശാരി ഉദ്ദേശിച്ചു. ഇതുപോലെ ഒരു മീറ്റിങ്ങിന് ചെന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് പീസൂരി മാറ്റി. രാത്രിയാ, സൗരന്മാർ പോലെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെയും പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും ഊരി മാറ്റി. ഇരുട്ടിലായി, മൈക്കില്ലാതെയായി. 2 പ്രാവശ്യമായി. പാസ്റ്റർ പറഞ്ഞു ഒന്നുകൂടി കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. കെട്ടി. 3-ാം പ്രാവശ്യം കെട്ടിയിട്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി മൈക്ക് കൂടി വിളിച്ച് പറഞ്ഞു, ഇനി ആരാണെങ്കിലും സൗരന്മാരെ നിങ്ങൾ ഈ ദ്രോഹം ചെയ്യുന്നത്, നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം ചെയ്യുന്നവരല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഇനി പീസ് ഊരിയാൽ, ഇച്ചിരി സ്ട്രോങ് ആണ് ആള്, നിന്റെ പീസ് പലപ്പോൾ ദൈവം ഊരിയെന്ന് വരും. 3-ാമത്തെ പീസ് ഊരാൻ വന്ന സമയത്ത് ഈ പയ്യന്റെ ഫിംഗർ അവിടെ തട്ടിയിട്ടവൻ അപ്പം തന്നെ സ്പോട്ടിൽ മരിച്ചു. ഞാൻ എന്തിനാ പറയുന്നത്, എന്നെ വളരെ സ്വത്രം ബലപ്പെടുത്തിയ 1-2 അനുഭവ സാക്ഷി. എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ഞാനീ പറയുന്നതിന്റെ കാരണം, ഞാനിപ്പോൾ ചോദിച്ചൊരു ചോദ്യം ചോദിച്ചു, ഈ തലയും ഈ ശരീരവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ബന്ധമുണ്ട്, ഒഴിച്ചുകൂടാനാവാത്ത ബന്ധം. കാരണം ശരീരം, ഈ തല ഈ ശരീരത്തോട് ചേർന്നിരിക്കുക, ഇവിടെ ഗ്യാപ്പൊന്നുമില്ല. ഈ കഴുത്തും ഈ തലയുമായിട്ടും ചേർന്നിരിക്കുക. ഈ ശിരസിൽ നിന്നുള്ള ആറ്റകളാണ് എൻ്റെ കൈ അനുസരിക്കുന്നത്.
ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊതുക് വന്ന് കാലി കടിച്ചെന്നിരിക്കും. അപ്പോൾ ഉടനെ പറയും, എന്ത് ബ്രെയിൻ പറയും, കടി അടി, ഉടനെ അടി, കൊതുകിനെ ചേർത്തടിച്ചു കൊന്നുകളഞ്ഞു. അതുപോലെ തലയിൽ നിന്നുള്ള, ക്രിസ്തുവിൽ നിന്നുള്ള പ്രമാണങ്ങളും ഉപദേശങ്ങളും നിയോഗങ്ങളും അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 15-ാം വാക്യം വായിക്കാം, 4:15. പതിനഞ്ചും 16. നമ്മൾ 14 വായിച്ചത് മനുഷ്യരുടെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തൊക്കുന്ന ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലിഞ്ഞുകൊണ്ടായിരിക്കാതെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ചില്ലെങ്കിൽ സഭ ശൈശവാവസ്ഥയിലേക്ക് പോകുന്ന പഠനം. അത് കഴിഞ്ഞിട്ട് പറയാം 14-15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം ശകലത്തിലല്ല സകലത്തിലും വളരുവാനിടയായിത്തീരും. വിശ്വാസി വളരും, ആത്മീയ വളർച്ച പ്രാപിക്കും, ആത്മീയ വർധന പ്രാപിക്കും. ആരിലൂടെ? അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ, സുവിശേഷന്മാരുടെ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശത്തിലൂടെ സഭയ്ക്ക് എന്തുണ്ടാകും? വളർച്ചയുണ്ടാകും, ആത്മീയ വളർച്ചയുണ്ടാകും, ആത്മീയ വർധന ഉണ്ടാകും, ആത്മീയ നിറവുണ്ടാകും. അടുത്ത് ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും. ഓരോ അംഗത്തിന്റെ അവിടെ നിൽക്കട്ടെ. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും. യുക്തമായി ചേർന്നിരിക്കുക, തലയോട് ചേർന്നിരിക്കുക. കൈയാണെങ്കിലും തലയിൽ നിന്നുള്ള ആലോചന, കാലാണെങ്കിലും തലയിൽ നിന്നുള്ള ആലോചന, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും തലയിൽ നിന്നുള്ള ആലോചന കേട്ട് പ്രവർത്തിക്കുക. അതായത് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് സഭ മുമ്പോട്ട് പോവുക. അതാ ഉദ്ദേശിക്കുന്നത്. അതിന് യുക്തമായി ചേർന്നിരിക്കണം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കിയേ. എൻ്റെ ഈ കണ്ണ് ഇവിടെ ഇരിക്കുകയാണെന്ന് ചിന്തിച്ചു. ഫാസ്റ്റ് സ്ഥലം വിടാൻ പറയുന്നു. കാരണം നിൽക്ക പേടിച്ചു പോയില്ലേ? അത് യുക്തമല്ല ആ ചേർന്നിരിപ്പ്. മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്ന കണ്ണ് ഈ നെറ്റിയിൽ ഇരുന്നാൽ എന്ത് സംഭവിക്കും? യുക്തമല്ല അത്. അതുപോലെ ഈ ചെവി വന്നിട്ട് ഇവിടെ വന്നിരിക്കുക തലയിൽ. അപ്പൊ ഈ സഭയില് ഒരു അടുക്കും ചിട്ടയുണ്ട്. മനസ്സിലായില്ലേ? തലയാകുന്ന ക്രിസ്തുവിനോട് ശരീരം യുക്തമായി ചേർന്നിരിക്കണം. വ്യവസ്ഥ മാറിയിരുന്നാൽ നമ്മൾ ചില ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ, ഒരു ശരീരം 2 തല കണ്ടിട്ടില്ലേ? 2 പേരിരുന്ന് ആഹാരം കഴിക്കും. ഇത് ദുഃഖകരമാണ് അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞു പറഞ്ഞാൽ അവരെ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. ഉടല് തമ്മിൽ ഒന്ന് ചോദിച്ചിരിക്കുന്നവരുണ്ട്. അതിനെ മുറിച്ചു മാറ്റുമ്പോൾ മരിച്ചു പോയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് എത്രയും. അപ്പൊ അതുപോലെ ഇത് യുക്തമായി ചേർന്നിരിക്കണം. കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് കണ്ണ്, കാലിരിക്കേണ്ട സ്ഥാനത്ത് കാല്. ഒരു വിശ്വാസി ഇരിക്കേണ്ട സ്ഥാനത്ത് പ്രബോധനം പറയുന്നവൻ അതിനനുസരിച്ച് പ്രബോധനം, ഉപദേശം, രോഗശാന്തി, ഭൂതശാന്തി, എല്ലാം ക്രമീകരണം. ശരീരവുമായിട്ട് ചേർന്നിരിക്കുക. തലയുമായിട്ട് ചേർന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ ഇരിക്കുക. തലയിൽ നിന്നുള്ള ഉപദേശം കേട്ട് വിശ്വാസി വളരുക. തലയായ ക്രിസ്തുവിന്റെ ശരീരമാം സഭയുടെ അവയവങ്ങളായി നമ്മൾ ഇരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. തലയുമായിട്ട് ബന്ധമില്ലാത്തവന് ദൈവമില്ല. തലയോട് ചേർന്നിരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു കൺവെൻഷൻ നടത്തിയാലും, ഒരു പരസ്യ മീറ്റിംഗ് നടത്തിയാലും, ഏത് മീറ്റിംഗ് നടത്തിയാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് 4:30 മണിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവില്ല പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന നമുക്ക് ആത്മാവില്ല. ആത്മാവിൻ്റെ ഭാഷ പ്രാർത്ഥന. അവിടെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്നു വെക്കണം. എനിക്കതല്ല, ഞാൻ പറഞ്ഞെന്താ, എന്നെ ദൈവം എന്നല്ലേ വിളിച്ച ജോലിയും കൂലിയൊക്കെ കളഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനാണോ? അല്ല, ഈ വചനത്തിന്റെ വെളിപ്പാട് തുറന്നു വെക്കാൻ ഈ കൃപ വേണം. ഐ നീഡ് ഗ്രേസ്. ദൈവമേ, കൃപ വേണം, ശക്തി വേണം, ബലം വേണം, ആത്മാവിന്റെ നിയോഗം വേണം. കാരണം ഞാനാകുന്ന അവയവം ആ ദൈവഹിതത്തിനനുസരിച്ച് ഏത് അവയവമാണെങ്കിലും ഞാൻ ചലിക്കണം. അല്ലെങ്കിൽ സഭയ്ക്ക് അത് പ്രയോജനമോ ഇല്ല. ഹല്ലേലൂയ. അതുപോലെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ തലയാകുന്ന ക്രിസ്തുവായിട്ട് യുക്തമായി ചേർന്നിരിക്കണം. കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് കണ്ണിരുന്നോണം,
മൂക്കിരിക്കേണ്ട സ്ഥാനത്ത് മൂക്കിരുന്നോണം, വായിരിക്കേണ്ട സ്ഥാനത്ത് വായിരിക്കണം. ചിലർ പറഞ്ഞൊക്കെ ഷുഗർ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും വായൊക്കെ ഇവിടെ വന്നിരിക്കും. ശരിയാണത്? ഇവിടെ കോട്ടി വന്നിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായി? ഭീതിയായി. അതുപോലെ തലയുമായിട്ട് ചേർന്നിരിക്കേണ്ട ശരീരമാം സഭയുടെ അവയവങ്ങൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. അങ്ങനെയുള്ള അവയവങ്ങൾ തലയോട് ചേർന്ന് തലയിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന വർത്തിക്കുന്ന അവയവങ്ങളായിട്ടുള്ള ഒരു സഭ ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സഭകളെയാണ് കർത്താവ് ഒന്ന് ചേർക്കുന്നത്. തല ചേർക്കുന്നത് ശരീരത്തിന്റെ അവയവങ്ങളെയാ. എങ്ങാണ്ട് കിടക്കുന്നതിനൊന്നുമല്ല, വ്യവസ്ഥ വിട്ടു പോകുന്നതിനൊന്നുമല്ല. ഈ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിന്ന് തലയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കും. അതുകൊണ്ടാണ് ഈ കൊലോസ്യലില് ഒരു വലിയ വാണിംഗ് പൗലോസ് തരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ക്രിസ്തുവിന്റെ പ്രമാണം മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിച്ച് പ്രസംഗിച്ച് വിശ്വാസികളെ കേൾപ്പിക്കാത്തവർ വിരുത് തെറ്റിക്കുക. വിരുത് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ എബ്രായ ലേഖനത്തിലെ വാക്യം, സകല പാപവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ജീവിതം. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടത്തിൽ ബിരുദ് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താതിരിക്കാൻ തെറ്റിക്കാൻ ആർക്കാ കഴിയുക? തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുമ്പോഴേ അതിന്റെ സന്തോഷം, അതിന്റെ പ്രത്യാശ. നമ്പൂതിരി ഉപദേശിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇതാണ് സംഭവം. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നാൽ ഇത് കിട്ടത്തില്ല. ഇത് അവിടെ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നുമില്ല. മനസ്സിലായോ? അവിടെ ഉള്ളത് മുഴുവൻ എന്താ? ഓ നല്ലതല്ലോ എൻ്റെ ദൈവം പാടിക്കൊണ്ടിരുന്നത്. അത് ഇസ്രായേൽ മക്കൾ പാടിയതാ. ഇതല്ല. ഇത് ഒരുങ്ങി നിന്ന് ക്രിസ്തുവുമായിട്ട് ചേർന്ന് ജീവിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവം ഒപ്പിയെടുക്കാൻ. വേറെ ഒന്നുകൂടി പറഞ്ഞപ്പോഴാ വരുന്നത്. ഈ തലയായിട്ട് ചേർന്നിരിക്കുമ്പോഴേ ശരീരത്തിന് ആ തലയുടെ സ്വഭാവം വരുള്ളൂ. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം വരുന്നത് എങ്ങനെയാ? തലയോട് ചേർന്നിരിക്കുന്ന ശരീരമാവുന്ന അവയവങ്ങൾക്ക് ആ സ്വഭാവം വരുന്നത്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ സ്വഭാവം, അവന്റെ ദിവ്യ സ്വഭാവം, അവന്റെ മനസ്സ്, അവന്റെ ഭാവം, ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ മനസ്സും ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം ഉള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ അവകാശം കിട്ടുകയുള്ളൂ. ഇത് വലിയ ഹിമാലയ പർവ്വതം പോലൊരു വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. വളരെ ഗഹനമായ വിഷയമാണ്. തലയെ മുറുകെ പിടിക്കാതിരുന്നാൽ വിരുദ് തെറ്റിക്കുന്ന കൂട്ടത്തിൽ നമ്മളായി പോകും. അർത്ഥം, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ 2 തെസ്സലോനിക്കർ 2:15 ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണം, പ്രമാണം അത് മുറുകെ പിടിച്ചുകൊള്ളണം. അതാ ഇവിടെ തലയെ മുറുകെ പിടിക്കാതെ വിരുദ് തെറ്റിക്കാന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രമാണം മുറുകെ പിടിക്കാതിരിക്കുന്നവർ സഭയെ തെറ്റിച്ച് കളയുക ചെയ്യുന്നത്. സഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത് എന്താ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം. അപ്പൊ ഇന്നത്തെ പ്രസംഗം എന്താ? സഭയ്ക്ക് വെച്ചിരിക്കുന്നത് അനുഗ്രഹം. ഒരു ചെറിയ സൈക്കിളുമായിട്ട് വന്നാൽ ബൈക്കുമായിട്ട് പോകാം. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ബൈക്ക് തരുന്നത്. ഒരു പറട്ട കാറുമായിട്ട് വന്നോ, പോകാൻ നേരത്തെ ഒരു ലിങ്കൺ, അമേരിക്കൻ കാർ, ലിങ്കൺ ഞങ്ങളുടെ സ്പോൺസർ ഉണ്ടായിരുന്ന കാറാണ്. ലിങ്കൺ എന്താ പ്ലെയിനാണ്, ഒരു കുട്ടി പ്ലെയിൻ. പോകാം. ചെറിയൊരു ഇതുമായിട്ട് വന്നു വലുതായിട്ട് പോകാം. ദൈവം തരാൻ അനുഗ്രഹിച്ചു. ഇവിടെ പൗരത്വം എഴുതി വെച്ച് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ പ്രസംഗിക്കുന്നു തലയില്ലാത്ത ഒരു ശുശ്രൂഷകൻ, തലയുടെ ഉപദേശം പിടിക്കാത്ത ഒരു ശുശ്രൂഷകൻ.
അതവിടുത്തെ വിഷയം. ഇത് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാകണം. ഇത് സഭകളിലെ പാസ്റ്റർമാരെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് അതിനനുസരിച്ച് ദൈവവചനം ജനത്തിന് കൊടുത്ത് അവരെ വളർത്തി തലയുമായിട്ട് ഉള്ള ബന്ധത്തിൽ അവരെ വളർത്തിയെടുക്കണം. ആ വളർച്ചയിലേക്ക് അവർ വരണം. ക്രിസ്തുവായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം. എന്തെങ്കിലും ഒരു ക്രൈസിസ്, സുവിശേഷ വേലയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു കേസോ കോടതിയോ തല്ലോ വഴക്കോ ഉണ്ടായാൽ, സഹോദരന്മാരെ, നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ കോടതിയിൽ പോയി കേസ് പറഞ്ഞ് അവർ മനസ്സന്തരപ്പെടുവോ? ഇല്ല. അതേസമയത്ത് നമ്മളിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അവർക്ക് ഏതെങ്കിലും നിലയിൽ ഒരു ഇടപാട് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ആ പാവം പിടിച്ച ഉപദേശിമാരെ തല്ലിയത് കൊണ്ടാണ് നിനക്ക് ഈ ഗതികേട് വന്നത്. ചിലവരൊക്കെ കയ്യൊക്കെ ഒടിഞ്ഞ് പിന്നെ അത് ശരിയാകത്തില്ല. ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് ക്ഷമയാനം ചെയ്യും. അല്ല നമ്മളൊക്കെ വരുമ്പോൾ സഹോദര ഞങ്ങൾ ക്ഷമിച്ചിരിക്കും. അവിടെ നമ്മുടെ ഈ രീതിയും കാര്യമൊക്കെ കണ്ട് നമ്മൾ കുറേ സുവിശേഷം പെട്ടെന്ന് അവർക്ക് അച്ചീവ് ആവാൻ അവരെ സ്വാധീനിക്കും. ഞാൻ തല്ലിയിട്ട് പോലും ഇവരിങ്ങനെ ക്യാപ്റ്റൻ ഷാമുലിനെ തല്ലിയ വ്യക്തി മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. കേസ് കൊടുത്തവരെ വക്കീൽ ചോദിച്ചു, പാസ്റ്ററിനെ അവർക്ക് എതിരെ ഒന്നും പറയാനില്ലേ? അവരുടെ സഹോദരങ്ങളാണ്, ഇവരറിയാതെ ചെയ്തു പോയതാണ്. അപ്പൊ കേസൊന്നും വേണ്ടേ? വേണ്ട. ഇത് കേൾക്കണോ നടന്ന സംഭവം? പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമുൽ വടശ്ശേരിക്കരക്കാരൻ, അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നോ? RSS വിളിച്ച് അവരുടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്താ കാര്യം? അടി കിട്ടിയ കാര്യം ശരിയാ. സുവിശേഷം ഞാൻ ചോദിക്കട്ടെ, പൗലോസിന്റെ തല പോയില്ലേ? സുവിശേഷ പത്രോസിന്റെ തല പോയില്ലേ? യോഹന്നാൻ തല പോയില്ലേ? 12 ശിഷ്യന്മാരിൽ ഒരാളൊഴികെ എല്ലാവരുടെയും തല പോയില്ലേ? അടി കിട്ടിയില്ലേ? ഒന്ന് കുറയെ പൗലോസിന് കിട്ടിയ അടിയുടെ കണക്കെന്ന് പറഞ്ഞ് ഒന്ന് കുറയെ 30 അപ്പൊ 39. അതാ കറക്റ്റ്. 39. എത്ര പ്രാവശ്യം? പൗലോസ് ഏത് കോടതിയിൽ പോയി? അന്ന് യഹൂദ കോടതിയൊക്കെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നേ കോടതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കോടതിയിലായിരുന്നു. അന്നത്തെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാം തല്ലിയെല്ലാം മറി അവിടെ ചെന്ന് ഇവിടെ ഇന്നിപ്പോ എന്താ ചെയ്യണം? എന്നെ സുവിശേഷം പറയുന്ന നിമിത്തം എന്നെ ആരെങ്കിലും തല്ലി കൊന്നാൽ ഞാൻ അങ്ങനെ പൊറിച്ചോളും. അതാ പുസ്തകം തരുന്ന പഠനം. അതെനിക്കറിയത്തുള്ളൂ, മറ്റൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കോടതിയിലും കേസിനും വടക്കിനും പോകരുത്. ചുമ്മാ പറയല്ല, പോകരുത്. അവർക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് അവർ മനസ്സാന്തരപ്പെടുന്നത്. കോടതി പോയി കേസ് പറഞ്ഞാൽ വൈരാഗ്യം കൂടും അവർക്ക്, ഇല്ലേ? അവർ ഇരുട്ടടി അടിക്കും. പിന്നെ അവസാനം ആരടിച്ചെന്ന് പോലും. അതേസമയത്ത് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഇടപെടും അവരോട്. അവർക്ക് രൂപാന്തരം കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തലയുമായിട്ടൊന്ന് ചേർന്നിരിക്കാൻ ഈ ക്ലാസ് നമുക്ക് മുഖാന്തരമായി. നമ്മൾ ഓരോ അവയവങ്ങളാണ് ക്രിസ്തുവിൻ്റെ. ഞാനൊരു അവയവമാണ്, അച്ഛൻ, നമ്മളെല്ലാവരും അവയവമാണ്. തലയോട് നമുക്ക് ചേർന്നിരിക്കാം. അതിൻ്റെ അർത്ഥം പ്രമാണവുമായിട്ട് നമുക്ക് ചേർന്നിരിക്കാം, ഉപദേശവുമായിട്ട് നമുക്ക് ചേർന്നിരിക്കാം, ക്രിസ്തുവിൻ്റെ വ്യവസ്ഥയായിട്ട് നമുക്ക് ചേർന്നിരിക്കാം. കർത്താവ് പറഞ്ഞ വചനത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ച് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. കഷ്ടതകൾ വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, ഞെരുക്കം വന്നാലും, പീഡകൾ വന്നാലും, മരണം തന്നെ വന്നാലും നമ്മളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പൗലൂസിനെ എല്ലാവരും കൂടി അങ്ങോട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലൂസ് എന്ത് ചെയ്തു? അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കാറുകയല്ലേ എഴുതു. പൗലൂസ് ആയതുകൊണ്ട് അവിടെ കിടന്നിട്ട് സഹോദരന്മാരെല്ലാം കൂടി വട്ടം കൂടി. ഞാൻ വിചാരിക്കുക അവിടെ എഴുതിയിട്ടില്ല, ഇവർ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായി. സഹോദരന്മാരെ, എന്താ സംഭവിച്ചത് അവിടെ? പറയിക്കോട്ടെ, വചനത്തിൽ എഴുതിയിരിക്കുന്നതല്ലേ. പൗലൂസ് എഴുന്നേറ്റ് പോയി അപ്പുറത്തെ ശുശ്രൂഷ, അവിടെ വേറെ സ്ഥലത്തേക്ക് പോയി. ആ അടിയോടുകൂടി ശുശ്രൂഷ നിർത്തി വെച്ചേ. എന്താ കാര്യം? തലയോട് ചേർന്നിരിക്കുന്നപ്പോൾ. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് മരിക്കാൻ നേരത്ത് തലയോട് ചേർന്നിരുന്ന സ്തേഫാനോസ് എന്താ പറഞ്ഞു? ആ തലയുടെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തി. പിതാവേ, ഈ പാപം അവർക്ക് നിർത്തല്ലേ. യേശു തന്നെ പറഞ്ഞു.
പിതാവ് ഇവർ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാലോ ഇവരോട്. ആ ക്രിസ്തുവിന്റെ സ്വഭാവ സ്തേഫാനോസ് വന്നില്ലേ, പൗലോസിന് വന്നില്ലേ? ഇന്നത്തെ പൗലോസുമാര്, ഇന്നത്തെ സ്തേഫാനോസുമാര് കോടതിയും കേസും വഴക്കിനും പോകുമ്പോൾ അവരുടെ സ്വഭാവം ആരുടേതാണ്? ചിന്തിക്കുന്നു. ഹല്ലേലൂയ. 2024 ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ സ്ഥലം പറഞ്ഞു, കർത്താവേ ഇത് ഞങ്ങൾക്ക് തരുന്ന ഓരോ ശുശ്രൂഷകളും വചനത്തിൻ്റെ വെളിപ്പാടുകളുടെ ഒരു പെരുമഴയായിരുന്നു. വചന വെളിപ്പാടുകൾക്ക് തന്ന് വചനത്തിൽ ഞങ്ങളെ ഉറപ്പിച്ച് ഞങ്ങൾ രക്തസാക്ഷികളാകേണ്ടി വന്നാലും സന്തോഷത്തോടെ രക്തസാക്ഷികളാകത്തക്ക നിലയിൽ ഒരാത്മീക വളർച്ചയും ഒരാത്മീക വർധനവും ഒരാത്മീക നിറവും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് യേശു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എത്ര നാൾ ജീവിച്ചിരുന്നാലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചായുന്നതല്ല ക്രിസ്ത്യൻ ജീവിതം. തലയോട് ചേർന്നിരിക്കുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം. അച്ഛാന് വീട്ടിൽ ചില ഈശാഘോഷങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ പറയും ക്ഷമിച്ചോളാം പറയും. സഹിക്കുക. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ കേട്ടോ വചനമാണ്. അവിടെ പ്രതികരിക്കും തോറും ശത്രു അവിടെ കയറി പ്രവർത്തിക്കാൻ കഴിയും. ക്ഷമിച്ച യേശുവിൻ്റെ കർണക്കുറ്റി കടിച്ചപ്പോൾ യേശു എന്താ ചോദിച്ചു? ഞാൻ അന്യായമായി സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് ഒരൊറ്റയടി അവർ കൊടുത്തിട്ടല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ഭാവം, ആ ക്രിസ്തുവിൻ്റെ മനസ്സ്, ആ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ. റോമാലേഖനം 8-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാക്യമാണ്, എപ്പോഴും പ്രസംഗിക്കുന്ന വാക്യമാണ്. ഞാനത് നിങ്ങളെ എടുത്ത് വായിച്ച് കേൾപ്പിയ റോമർ 8-ന്റെ ഹല്ലേലൂയ 29-30 വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നിമേലെ വിളിച്ചവരെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചു. എപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നത്? കാഹളം തുരിച്ച് കർത്താവ് വരുമ്പോൾ. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. 1 യോഹന്നാൻ 3:2-3 ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകും. ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഒരു ദൈവവേദന നമുക്ക് വേണ്ടത് ഇതാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് വേണ്ടത്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതിനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, അതിനാണ് ഞാൻ സ്നാനപ്പെട്ടത്, അതിനാണ് ഞാൻ പരിശുദ്ധാംശം പ്രാപിച്ചത്, അതിനാണ് ഞാൻ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നത്, അതിനാണ് ഞാൻ വേർപാട് പാലിക്കുന്നത്, അതിനാണ് വഴക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തമാകുന്നത്. പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കെൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്നുകൂടി ശ്രദ്ധിച്ചു. ഇപ്പം എന്തൊക്കെ ഉണ്ട് ഇവിടെ? രോഗങ്ങളുണ്ട്, കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, ഡിപ്രഷൻ ഇല്ലേ? എൻ്റെ മലയാളം പറഞ്ഞു മന്ദത, അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥത, നിരാശ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ആ പദമാണ് ഡിപ്രഷൻ. ഡെസ്പറേഷൻ അല്ലല്ലേ? ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ മാനസിക സംഘർഷം, മാനസിക അസ്വസ്ഥ, മാനസിക സംഘർഷം ഒക്കെ ഈ ഭൂമിയിലുണ്ട്. രൂപാന്തര ശരീരത്തിന് അതുണ്ടോ? അടച്ചിട്ട റൂമിൽ കയറിച്ചില്ല. വേണമെങ്കിൽ തിന്നാം, വേണമെങ്കിൽ തിന്നു. ഇപ്പൊ ഇവിടെ അമേരിക്കയിൽ പോകണമെങ്കിൽ വിസ വേണ്ടേ? മറ്റേ വിസ വേണ്ട. എടാ, ദൂത തുല്യന്മാരായിട്ട് നടക്കാമെന്ന്. അച്ഛായി നടക്കാൻ പറ്റാണ്ട് വലിയ അസ്വസ്ഥത അനുഭവിക്കുക. രാവിലെ ഞാൻ ദിവസം വിളിച്ചു, എന്തുണ്ട്? ഓ, ഭയങ്കര വേദന, സർവത്ര വേദന. വേദന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജോസഫേട്ടെന്നാണ്. കൂടെ പുറപ്പാട് എന്ത് ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി. ഇപ്പം ഞാൻ ധൈര്യപ്പെടുന്നത് എന്താ? അഭിഷേകം പ്രാപിച്ചാൽ സ്വർഗത്ത് പോകുമ്പോൾ അഭിഷേകം പ്രാപിച്ച് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അഭിഷേകം പ്രാപിച്ച് വിശുദ്ധി ജീവിച്ച സ്വർഗത്ത് ചെല്ലുമ്പോൾ ഈ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറി പൂമ്പാറ്റ പോലെ പറഞ്ഞു നടക്കും. ഹല്ലേലൂയ. രൂപാന്തര ശരീരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കിട്ടാത്തതുപോലെ ഒരു പദവിയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവവേദന കിട്ടുന്നത്. ഹല്ലേലൂയ. നിങ്ങളിപ്പോ വിചാരിക്കുക അംബാനിക്ക് 8 ലക്ഷം കോടി, പിന്നെ
വേറെ ആർക്കാണ്ടോ 7,00,000 കോടി. അദാനി. രത്തൻ ടാറ്റയ്ക്ക് 6,00,000 കോടി. അവർ തമ്മിൽ മത്സരമാണ്, കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇന്ന് ഭക്തന്മാരും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മത്സരമാണ് കോടികൾ ഉണ്ടാക്കുക. നമ്മുടെ വിഷയം ഇതല്ല. ഈ ഭൂമിയിലെ സമ്പാദ്യമല്ല. കർത്താവ് സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, കള്ളന്മാർ ദുരിതമോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ ദുരിതമോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. എബ്രായലേഖനം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നമുക്ക് കിട്ടേണ്ട ഭൗതിക നന്മകൾ കിട്ടിയില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട. ഇതിനേക്കാൾ വലിയ സമ്പത്ത് സ്വർഗത്തിലായിരിക്കുന്നത്. ഇത് ഭക്തന്മാര്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നു. ഭൗതികം വാരിക്കോരി കൂട്ടാൻ വേണ്ടി വിദേശത്തേക്ക് അങ്ങ് പായുകയാണ്. പലരും അതുണ്ടാക്കാൻ വേണ്ടിയുള്ള ചെപ്പടി വിദ്യകൾ ഇവിടെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ സമ്പത്ത് ആർക്കും വേണ്ട. 70-80 സംവത്സരം കഴിയുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെട്ടാൽ ആ നിത്യമായ സന്തോഷത്തിലും സമാധാനത്തിലേക്കുമാണ് നമ്മൾ ചെന്ന് പ്രവേശിക്കുന്നതെന്ന് ഓർത്തോണം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം എപ്പോഴും നമ്മൾ പഠിക്കാറുള്ളതാണ്. ഒന്നുകൂടി ഒന്ന് വായിക്കാം. അതോ എത്ര പഠിച്ചാലും എത്ര വായിച്ചാലും എനിക്ക് മതിയാകത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ നിലവാരം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനങ്ങനെ വായിക്കുന്നു, ശ്രദ്ധിച്ചു. ഇന്നത്തെ ആകാശം പുതിയ ഭൂമിയല്ല കേട്ടോ. പുതിയ ആകാശം പുതിയ ഭൂമി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ. പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് ഇവിടെ പറയുക യോഹന്നാൻ അപ്പോസ്തലൻ. അടുത്ത സിംഹാസനത്തിൽ നിന്ന് ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ഏദൻ തോട്ടത്തിൽ ഏദൻ തോട്ടത്തിൽ ആദാമിനും അവയോടും കൂടി ഇറങ്ങി വന്ന് വസിച്ച ആ സാഹചര്യം കൽപ്പന ലംഘനം നിമിത്തം മനുഷ്യനുമായിട്ടുള്ള ബന്ധം ദൈവം വേർപെടുത്തി കളഞ്ഞു. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്തത്? യാഗങ്ങളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെ നടത്തി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രസാദിച്ച് വർഷങ്ങളോളം പോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. സ്ത്രീയുടെ സന്തതിയായി കാലത്തികവെങ്കിൽ ദൈവം തന്റെ പുത്രനെ അയച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ രക്ഷിച്ച് ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം ചെയ്ത പദ്ധതിയാണ് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന സ്വത്രം വ്യവസ്ഥകൾ, രീതികൾ. അതിന്ന് ആർക്കും വേണ്ട. സ്വർഗവും ഭൂമിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് സ്വർഗവും ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ശേഷമുള്ള ജീവിതം. സുവിശേഷം കർത്താവ് അവരോട് പറഞ്ഞതാണ്. 4 സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം ശരിക്കൊന്ന് പഠിക്കണേ. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. സഭയെ ആരും പഠിപ്പിച്ചില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായൊരു വിഷയമായി. സഭയെ കർത്താവ് പഠിപ്പിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? പഠിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം പേരെ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ഓരോ ദേശത്ത് പോയി സഭയെ ആ ദേശത്ത് സുവിശേഷം പ്രസംഗിച്ചു. കൊരിന്ത് എന്ന് പറഞ്ഞൊരു പട്ടണം, പാപം നിറഞ്ഞ പട്ടണമാണ്. ചരിത്രമൊക്കെ പഠനമൊക്കെ പോയ സമയം ഒത്തിരി. പാപം നിറഞ്ഞൊരു കൊരിന്ത് പട്ടണം. അവിടെ പോയി സുവിശേഷം കുറച്ചുപേർ വിശ്വസിച്ചു. ആ വിശ്വസിച്ച് വന്നവർ എന്ത് ചെയ്തു? ഒരു സഭയായി കൂട്ടി വരുത്തി കൊരിന്ത് സഭ. ആ സഭയെ ഒരു ഉപദേശം പഠിപ്പിച്ചു. പഠിപ്പിച്ച് ഏതവസ്ഥയെ കൊണ്ടുവന്നാക്കി? കൊരിന്ത് സഭയെ പഠിപ്പിച്ച് ഏതവസ്ഥയെ കൊണ്ടുവന്നു?
ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി വളർത്തിയെടുക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, വളരെ ഹാർഡായിട്ടുള്ള വിഷയങ്ങളാണ്. യേശു ക്രിസ്തുവിനെ അവരുടെ വിശ്വാസികളിൽ കാണാൻ തുടങ്ങി. ഇന്നങ്ങനെ കാണുന്നുണ്ടോ? നമ്മളിൽ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? നമ്മൾ പഠിച്ചല്ലോ, ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് വളർന്നു വരുമ്പോഴല്ലേ ക്രിസ്തുവിനെ കാണുള്ളൂ. നമ്മൾ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ വക്കീലിന്റെ അവരെയൊക്കെ കാണുന്നു. ഉറത്തിയെടുത്തു. അത് കഴിഞ്ഞ് ഗലാത്യ ദേശത്ത് പോയി ഒരു സഭയുണ്ടാക്കി. അത് ഗലാത്യ സഭ. ഫിലിപ്പിയ ദേശത്ത് പോയി പ്രസംഗിച്ചു, അവിടെ ഒരു സഭയുണ്ടാക്കി. കൊലോസ്യ ദേശത്ത് പോയി പ്രസംഗിച്ചു, അവിടെ സഭയുണ്ടായി. തെസലോനിക്ക ദേശത്ത് പോയി പ്രസംഗിച്ചു, അവിടെ ഒരു സഭയുണ്ടായി. റോമൻ ഭരണം, കഠിനമായ റോമൻ നിയമം നിലനിൽക്കുന്ന ആ റോമ പട്ടണത്തിൽ പൗലോസ് പോയി ശുശ്രൂഷന്മാർ ഒരുമിച്ച് പോയി പ്രവർത്തിച്ചു, അവിടെ ഒരു സഭയുണ്ടായി. അത് റോമാ സഭ. ആ സഭകളെ കൊടുത്തൊന്ന് പഠിച്ചേ. ഈ ലേഖനം പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും മനോഹരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഓരോ സഭകളെടുത്തൊന്ന് പഠിച്ചു നോക്കി. റോമയിലെ സഭയെ തന്നെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വിഷയം ഞാൻ നിങ്ങളോട് പറയാം. പഠിച്ചു വന്നപ്പോൾ റോമയിലെ സഭയിലെ വിശ്വാസികളുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ, സ്തോത്രം, അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചേ. റോമയിലെ സഭയുടെ നിലവാരം. 15-ന്റെ 13-14. മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ റോമർ 15-ന്റെ 13-14. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വാസത്തിലുള്ള സന്തോഷവും വിശ്വസിക്കുന്നവരുടെ സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കുമാറാകട്ടെ. സൗരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരും ആകുന്നു എന്ന് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. അപ്പൊ റോമയിലെ സഭയിലെ വിശ്വാസികൾ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായി, അർത്ഥം ശുശ്രൂഷ ചെയ്യുന്നവരായി, അവരെ ആ നിലയിൽ വളർത്തിയെടുത്തു. പൗലൂസും സസ്തനോസും തിമത്യോസും ഫിലമോനും അവരെല്ലാം തമ്മിൽ ഉപദേശം പറഞ്ഞ് അവരെ ആ നിലയിൽ വളർത്തിയെടുത്തു. പിന്നെ അടുത്ത് കാണുന്ന ഏത് സഭയാ? കൊരിന്ത് സഭ. കൊരിന്ത് സഭ 2-ാം ലേഖനത്തിൽ വന്നപ്പോൾ, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ അവർ ശിശുക്കളായി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫയുടെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. പൗലൂസ് ഇങ്ങോട്ട് വന്ന് പൗലൂസ് ആര്, അപ്പല്ലോസ് ആര്, കേഫ ആരെന്ന് പറഞ്ഞ് എല്ലാത്തിനും നല്ല തല്ല് കൊടുത്തു. തല്ലെന്ന് പറഞ്ഞാൽ ഉപദേശം കൊണ്ട്. ആരുമല്ല, നമ്മൾ ആരുമല്ല, നീ നട്ടു ഞാൻ നനച്ചു വളരുമാറാക്കിയ ദൈവമല്ലാതെ മറ്റാരുമല്ല. നമുക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ ആ തെറ്റായ എന്താ പറയാ പക്ഷം പിടിക്കലിൽ നിന്നൊക്കെ അവരെ എന്ത് ചെയ്തു? അടർത്തിയെടുത്തു. ഉപദേശം കൊണ്ട് അവരെ അടർത്തിയെടുത്തു. അവരെ ആത്മീക പക്വതയുള്ളവരാക്കി, അവരെ ആത്മീയ വളർച്ചയുള്ളവരാക്കി മാറ്റി, അവരെ കറുതീർന്ന ആത്മീയരാക്കി. ആ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി. ചിന്തിച്ചു നോക്കി. ഈ ഉപദേശം ശക്തമായി പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിനെ കാണുന്ന വിശ്വാസികളാക്കി മാറ്റി. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും ശിഷ്യന്മാരെല്ലാം ചെയ്തത് അതാണ്. ഇന്നത്തെ പൗലോസുമാരും ഇന്നത്തെ പത്രോസുമാരും ഇന്നത്തെ യോഹന്നാന്മാരും ഇന്നത്തെ യാക്കോബുമാരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ മുരളീധരൻ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മുരളീധരൻ ഏറ്റവും അറിയാവുന്നൊരു പാസ്റ്ററുണ്ട്. പുള്ളി ഒരു പുതിയ കാറ് മേടിച്ചു. ആ പാസ്റ്റർ ആ കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത മോഡൽ ഇറങ്ങിയാൽ ഉടനെ ഇത് വിട്ടിട്ട് അതിന് മേടിക്കും, പുതിയ ന്യൂ മോഡൽ മേടിക്കും. ഇവിടെ ഒരു 800 കിടപ്പുണ്ടല്ലേ, എത്ര വർഷമായി. അത് കഴിഞ്ഞ് ആ കാർ ഒരു 6 മാസം ഓടിച്ചു കഴിയുമ്പോൾ എല്ലാ കാറിനും ഒരു മോഡൽ ഇറങ്ങുന്നുണ്ട്, അറിയില്ലേ? മോഡൽ ഇറങ്ങാൻ നോക്കിയിരിക്കുക പാസ്റ്റർ. ഇറങ്ങി കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ അതങ്ങ് വിടി. ഡോക്ടർ മുരളീധരൻ പറഞ്ഞ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് ഡോക്ടർ മുരളീധരൻ. കൊല്ലം ബെൻസീർ ഹോസ്പിറ്റലിൽ സർജനായിട്ട് ജോലി ചെയ്തിരുന്നു 1970 കാലഘട്ടങ്ങളിൽ. അനുഗ്രഹീതനായ
ഒരു സുവിശേഷകനും എനിക്ക് തോന്നുന്നു യാചകരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന പാലക്കാട് കരുത്തനായിരുന്ന ദാസൻ അദ്ദേഹം പറഞ്ഞതാണ് ഒരു പാസ്. അപ്പൊ ഇങ്ങനെ ആയാലും എന്തോ ചെയ്യും? കാർ മാറ്റാനും വീട് മാറ്റാനും ഈ ലോകത്തിന്റെ ഗതിവിധികൾക്കനുസരിച്ച് പോകുന്നവർക്ക് തലയായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ പറ്റുമോ? വിശ്വാസിയെ വളർത്തിയെടുക്കാൻ പറ്റുമോ? ബോംബെ എന്നൊരു അച്ചായൻ വിളിച്ചു പറഞ്ഞു, സ്വാമിയെ എന്നെ വിളിക്കും, 80 വയസ്സുള്ള ഒരു അച്ചായൻ, സ്വാമിയെ നിന്റെ വചനമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, സന്തോഷമാണ്, അനുഗ്രഹമാണ്, കൊള്ളാ കുഞ്ഞെ, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, രാവിലെ 8 വസ്ത്രം വൈകുന്നേരം ഇടത്തില്ല, ഉച്ചയ്ക്ക് ഇടത്തില്ല. അതായത് ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന പൗലോസ് ഉപദേശം പറഞ്ഞപ്പോൾ ലോകത്തിന് അനുരൂപരായി പോവുക. ഈ ലോകത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് പോകുന്നവരല്ല ദൈവമക്കൾ. ദൈവവചനത്തിന്റെ വ്യവസ്ഥ പാലിച്ചു പോകുന്നവരാ ദൈവമക്കൾ. കർത്താവിന്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ആർക്കും കർത്താവിനെ കാണാൻ പറ്റത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മൾ ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ മനസ്സും. പണ്ട് ഏതോ ഒരു ഉപദേശി പറഞ്ഞാൽ നോക്കുന്നു, കർത്താവിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ കിടക്കാൻ ഒരു സ്ഥലമില്ലായിരുന്നു. വഴിയമ്പലത്തിലാ പ്രസവിച്ചത്. സ്ഥലമില്ലായാൽ പശുത്തൊട്ടി കിടക്കും. ഇപ്പൊ ആർട്ടിഫിഷ്യൽ പശുത്തൊട്ടി ഉണ്ടാക്കി വിറ്റ് കാശ് പുട്ടിടിക്കണം, ഇഷ്ടംപോലെ. അതൊരു ആചാരമാക്കി മാറ്റി. കർത്താവിന് ഉടുക്കാൻ എന്തില്ലായിരുന്നു? വസ്ത്രം. വഴിയമ്പലത്തിൽ പ്രസവിച്ച, സ്ഥലമില്ലായകയിൽ പുൽത്തൊട്ടിയിൽ കിടത്തിയ യേശു കർത്താവിനെ പ്രസംഗിക്കാൻ ഇന്നെന്തൊക്കെയാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്? ഏതൊക്കെ രീതിയിലുള്ള ജീവിതമാണ് മുമ്പോട്ട് നയിക്കുന്നത് എന്ന് ആ പാസ് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, സത്യമല്ലേ? ആര് സത്യം പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കണ്ടയോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് എന്ന് ചിന്തിച്ചു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ ഹൃദയത്തിൽ വരും. എന്താണെന്ന് നോക്കാം നമുക്ക്. 6 ഇത് വായിച്ചേ. ഞാൻ വേഗത്തിൽ നിർത്താം, സമയം പോയിക്കൊണ്ടിരിക്കും. 5-6 മിനിറ്റ് കൂടി ഉണ്ട് സമയം. എഫേസ്യർ 3:6. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും, യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളും, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പൊ ഏക ശരീരസ്ഥർ, നമ്മൾ ഏക ശരീരസ്ഥർ. ആരുടെ? കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് ഞാൻ, നീ. ആ ഒരു ഉൾബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആരാണ്? ഏക ശരീരസ്ഥനാണ്. എങ്ങനെയാ ഏക ശരീരസ്ഥം? അതാ കൊലോസ്യ ലേഖനത്തില് ആ വാക്യം നമ്മൾ പഠിച്ചത്. തല ക്രിസ്തുവും ശരീരം ഞാനാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ തലയും ഞാനും തമ്മിലുള്ള ബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ചോദ്യം അതാ. ഒഴിച്ചുകൂടാനാവാത്ത ബന്ധം. ക്രിസ്തുവുമായിട്ടൊരു ബന്ധം, കർത്താവുമായിട്ടൊരു ബന്ധം, ഉപദേശവുമായിട്ടൊരു ബന്ധം, വചനവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകണം. അതിന് ഉലച്ചിൽ സംഭവിക്കരുത്. ഉലച്ചിൽ സംഭവിച്ചാൽ എന്താ സംഭവിക്കും എന്ന് വെച്ചാൽ എന്നോട് ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ വിട്ടുപോയാൽ പിന്നെ എന്താ ഗുണം? അതുകൊണ്ട് അനുഗ്രഹീത ശുശ്രൂഷകനായിരുന്നു ദേമാസ്. പൗലോസ് ലേഖനത്തിൽ പറയുന്നു, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. തെസ്സലോനിക്ക അന്നത്തെ ഭയങ്കര കച്ചവടം നടക്കുന്ന ഒരു പട്ടണമായിരുന്നു. അവിടെ പോയി കള്ളപ്രവചനം നടത്തിയ ഇഷ്ടം പോലെ കാശ് കിട്ടും. ഞങ്ങളല്ലേ അമേരിക്കയിലൊക്കെ പോയി പ്രവചനം നടത്തത്തില്ല. എൻ്റെ പോലെ എവിടെയൊക്കെ ആൾക്കാരില്ല. ഞാൻ കുറ്റം പറയാനായിട്ട് ചിന്തിക്കരുത്. ഈ നാട്ടിൽ പോയി ഒരു പാസ്റ്റർ പോയി പ്രസംഗിക്കണം. പ്രസംഗമല്ല ചെയ്യണത്, പ്രസംഗിക്കാനാണ് പൗലോസ് പറയുന്നത്. പ്രസംഗത്തിന്റെ പോഷത്വത്താൽ ജനത്തെ രക്ഷിക്കുമെന്നാണ് വചനത്തിൽ കിടക്കുന്നത്, അല്ലേ? കൊരിന്ത്യർ പുള്ളി അവിടെ പോയി പ്രവചിക്കുക. ആ പ്രവചനം കേട്ടിട്ട് ഞാൻ ഞെട്ടിത്തിരിച്ചു പോയി. നിങ്ങളൊന്ന് കേൾക്കുന്ന നല്ലതാ. അതില് ഒരു പറാമ, ഒരു സായിപ്പും ഒരു പെണ്ണുമായിട്ട് വന്നിരിക്കുക. ദൈവം നിങ്ങളെ കുടുംബസ്ഥരാക്കാൻ പോകും. അവരിലും പണ്ടുണ്ടേൽ സ്നേഹത്തിൽ കഴിഞ്ഞു. എന്ത് പ്രവചനം അത്? എന്നിട്ട് അടുത്ത് വേറൊരാളെ വിളിച്ചിട്ട് നിന്നിലൂടെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകും. അത് പറഞ്ഞു. പ്രവചിക്കുന്നവനോ
ആത്മീക വർധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിന് മനുഷ്യരോട് സംസാരിക്കുന്നു. കല്യാണം നടത്തി കൊടുക്കുമെന്ന് പ്രവചിക്കുന്ന പ്രവചനമൊന്നും പ്രവചനമല്ല. അവർ തമ്മിൽ ലവാണെന്നേ. നിങ്ങളുടെ വിവാഹം ദൈവം ഉടനെ നടത്താം, പിന്നെ ദൈവത്തിന് വിവാഹം നടത്താനല്ലേ. വാഴ്ത്തപ്പെട്ട കർത്താവ് രക്തം ചിന്തി വീണ്ടെടുത്ത സഭയിൽ വന്നിരിക്കുന്ന ഗുണം പിടിക്കാത്തവനെ തമ്മിൽ വിവാഹം നടത്തി കൊടുത്തതല്ലേ ദൈവത്തിന്റെ പണി. ഈ ദിവസങ്ങളിൽ ഒരു വഴി തുറന്നു വരും. ഒരു വിസ വരുന്നുണ്ട്, ഒരു പ്ലെയിൻ കാണുന്നുണ്ട്, പിന്നെ വിസ കൊടുക്കലല്ലേ ദൈവത്തിന്റെ പണി. ദൈവത്തിന്റെ പണി എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സക്കായി യേശുവിനെ കാണാനായിട്ട് മരത്തിൽ കയറിയിരുന്നു. യേശുവിനെ കണ്ടു. യേശുവിനെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് യേശു അവനെ കണ്ടു. അല്ലാത്തവർക്കൊന്നും കാണാൻ പറ്റും. യേശുവിനെ കാണാൻ പറ്റില്ല. നമുക്ക് കർത്താവിനെ കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കണ്ടിരിക്കും, ഉറപ്പാ. ആ സക്കായിയുടെ ചരിത്രം നമുക്ക് തരുന്ന സാക്ഷ്യം. കണ്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ത് ചെയ്തു? സക്കായി മാനസാന്തരപ്പെട്ടു. ആ വാക്യത്തിൽ അവസാനം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശു വന്നത് സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേരിലായിരുന്നു. ഈ ജോസഫേട്ടൻ്റെ പേരില്ലായിരുന്നു, ചാനങ്ങളുടെ പേരില്ലായിരുന്നു, എൻ്റെ പേരില്ലായിരുന്നു, പലരുടെയും പേരില്ലായിരുന്നു. നമ്മളെ കണ്ടെത്തി നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് കർത്താവ് വന്നത്. നിനക്ക് കാറ് തരാനും, നിനക്ക് വീട് തരാനും, നിനക്ക് വിസ തരാനും, നിനക്ക് ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കൊരി തരാനൊന്നും അല്ല കർത്താവ് വന്നത്. അത് വന്നത് വേറൊരാൾ വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു ഉണ്ട്, ആള് വന്നിട്ടില്ല. ഇന്ന് പല ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുക, വേറെ രീതിയിലൊന്നും തെറ്റായി വ്യാഖ്യാനോ നടത്തരുത്. അവൻ വന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭൂമിയിൽ. ഒരു മനുഷ്യനാണല്ലോ യേശു ക്രിസ്തു. അവൻ ഭൂമിയിൽ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിഗമനമാണ് കേട്ടോ. കർത്താവിന്റെ വരവ് കഴിഞ്ഞ് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഈ ലോകത്തെ മുഴുവൻ ഭരണം ഏറ്റെടുക്കും. 200 ചില്ലുവാനം രാഷ്ട്രങ്ങളെ 200 ചില്ലുവാനം ഭരണാധിപന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ രാജ്യങ്ങളെ മുഴുവൻ ഒരൊറ്റ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വാക്യം പേടിച്ചു പോയി. അവൻ നിയമം കഠിനമാക്കും. സിവിൽ കോഡ് അല്ലേ, ഏക നിയമത്തിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ ഇതിന്റെ ഒരു സിമ്പൽ, അവൻ അടയാളമാണ്, മനസ്സിലായിക്കൊള്ളു. അവൻ നിയമത്തെ കഠിനമാക്കും. അവൻ മുദ്ര ചാർത്താൻ പറയും. മുദ്രയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അന്നത്തിന് വക കിട്ടത്തില്ല. അവൻ ബാങ്കിങ് സിസ്റ്റം മുഴുവൻ അവന്റെ കയ്യിലേക്ക് വീഴും. കംപ്ലീറ്റ് ബാങ്കിങ് അവന്റെ കയ്യിലാവും. കാർഡ് പ്ലഗ് ചെയ്ത് കാശെടുക്കാൻ നേരത്തെ നില്ലെന്ന് എഴുതി കാണിക്കും. കാശ് മുഴുവൻ അവൻ അടിച്ചു മാറ്റും. ലോകത്തിന്റെ സർവാധികാരം അവന്റെ കയ്യിൽ വരും. വെറും 7 വർഷത്തേക്ക്. അത് കഴിഞ്ഞ് അവനെ പിടിച്ചു കിട്ടി. അവന്റെ ആൽപ്പൊക്കെ കൂട്ടരെയൊക്കെ മാറ്റിയിട്ട് ദൈവ കർത്താവ് ചെയ്യും 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ പറ്റില്ല. ഞാനിവിടെ നിർത്തുകയാണ്. ആ വെളിപ്പാട് ദാനിയേൽ പ്രവചനത്തിൽ ഒരു വാക്യം വായിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്തുക. എല്ലാവർക്കും ദാനിയേൽ പുസ്തകം എടുക്കാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അടുത്തെന്താ സംഭവിക്കാൻ പോണെന്ന് 1-2 വാക്യങ്ങൾ വേഗത്തിൽ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. എല്ലാ പ്രിയപ്പെട്ടവരും നിർത്താട്ടെ. 7-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 13-14 വാക്യങ്ങൾ വായിക്കാം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. നമ്മുടെ കർത്താവിന് രാജ്യത്വം കിട്ടിയ കാര്യം അവിടെ വിളിച്ചു പറയുന്നത്. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം സ്ഥാപിക്കപ്പെടുന്ന വിഷയമാണ് ദാനിയേൽ പ്രവാചകനായ പുസ്തകം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.
സ്തോത്രം. അടുത്ത അതിൻ്റെ 27-ാമത്തെ വാക്യം, സമയത്തിൻ്റെ പരിപാടി ഞാനങ്ങ് വായിക്കാം. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലുമുള്ള സകല രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ആരാണ് ഈ അത്യുന്നതനായ വിശുദ്ധന്റെ ജനം? നമ്മളാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ജാതികളെ ഭരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം വരവേൽപ്പിക്കുമെന്നായി വചനം പറയുന്നത്. ഹല്ലേലൂയ. രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായ വിശുദ്ധന്മാരെ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ 21-ാം വാക്യോട് ഞാൻ വായിക്കുന്നു. വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ ഒരു വാക്യം, ഇതിനോട് സമമുള്ളൊരു വാക്യമുണ്ട്. നിങ്ങളത് എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവാം ദൈവത്തിന് നമ്മെ രാജ്യവും എന്നുള്ളത് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവൻ എന്നാണ് ആ ശരിയായ ഭാഷാന്തരം. നമ്മളെ രാജാക്കന്മാരാക്കി. യേശുക്രിസ്തു രാജാവായിട്ട് വാഴുമ്പോൾ അവന്റെ പ്രജകളായിട്ട് നമ്മളോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിൽ വാഴും. അന്ന് കഷ്ടതയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. വെളിപ്പാട് പുസ്തകം 21-ന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കാൻ വിട്ടുപോയി. അത് ഞാൻ ഇപ്പോൾ പറയുക. യേശുക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിൽ വാഴുമ്പോൾ നമ്മൾ അവനോട് ഒപ്പം വാഴും. വെളിപ്പാട് സ്തോത്രം. 1 കൊരിന്ത്യർ 6:1 വായിച്ച് 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച്. ഈ കോടതി കയറുന്നവരോട് പൗലോസ് പറഞ്ഞ എന്താന്ന് നോക്കി. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6:1 മുതൽ അങ്ങോട്ട് വായിക്കാം. നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ അപ്പൊ നിങ്ങൾ കോടതിയിൽ എന്തിനാ പോകുന്നത്? കേസിന് എന്തിനാ പോകുന്നത്? തമ്മിൽ ഈ മനുഷ്യരെ ഈ ഉണ്ടായ പ്രയാസം, ഒരു സഭയിലുണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ജ്ഞാനിയായ ഒരുത്തൻ നിങ്ങളുടെ ഇല്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കുന്നവരല്ലേ? ഇനി അടുത്ത വാക്യം. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ പൊന്നെ, ലോകത്തെ വിധിക്കാനും ദൂതനെ വിധിക്കാനും ആക്കി വെച്ച പുതിയ നിയമസഭയുടെ വ്യക്താക്കളല്ലേ നമ്മൾ? നമ്മളെ വിധിക്കാൻ ഗുണം പിടിക്കാത്തവരുടെ അടുക്ക പോകുന്നു പൗലോസ് ചോദിക്കുന്നേ. ഐഹിക കാര്യങ്ങളെ എത്രയധികം ആത്മീക നേതൃത്വത്തിൽ ഇരിക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഈ വാക്യം നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലേ? എന്തിനാ നിങ്ങൾ കേസിന് പോകുന്നത്? ഈ ലോകത്തെ ന്യായം വിധിക്കുന്ന രാജാവായ കർത്താവിനോടൊപ്പം നമ്മൾ ഇരുന്ന് ഈ ലോകത്തെ ന്യായം വിധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പല പ്രാവശ്യം, യേശുക്രിസ്തുവിന്റെ അടുക്ക് ശിഷ്യന്മാരും ഞങ്ങൾ സകലവും വിട്ട് തന്നെ അനുഭവിച്ചു കേൾക്കുന്നത്. പറഞ്ഞു, ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. യഹൂദന്മാരെ അവരെ അങ്ങനെ ചെയ്യുമ്പോൾ ജാതികളാകുന്ന നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ക്രിസ്തുവിന്റെ ശരീരം. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. നമ്മൾ സാധാരണ മനുഷ്യരല്ല. യേശുക്രിസ്തുവിന്റെ ഒരു പാർട്ടാണ് ഒരു പുതിയ നിയമ വിശ്വാസി എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ, കോടതി കയറാൻ പോകുമ്പോൾ ഞാൻ ആരാണ്? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. എനിക്കിത് പാടില്ല എന്നൊരു ബോധ്യം ഉണ്ടാകണം. നേതൃത്വ നിരകളൊക്കെ ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കണം.
ഓ, തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാംസയുടെ അവയവങ്ങളാക്കി നമ്മളെ വെച്ചിരിക്കുകയെ നമ്മൾ എന്തിനു ഭാരപ്പെടുന്നു? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു വേദന തലയറിയത്തില്ലേ? ഓ, നമ്മുടെ ആവശ്യം തലയ്ക്കറിയാൻ പറ്റില്ലേ? എൻ്റെ കാലിൽ ഒരു കട്ടുറുമ്പ് കടിച്ചാൽ ഉടനെ തലയറിയുമല്ലോ ദൈവം പഠിച്ചിരിക്കുക. ഒരു കൊതു കുത്തിയാൽ അറിയും, ഉടനെ പറയുമല്ലോ കൊതു കുത്തിയെന്ന്. തലേന്ന് ഓർഡർ വരുമല്ലോ അതിനെ കൊല്ലാൻ. അങ്ങനെയെങ്കിൽ അല്പവിശ്വാസികളെ നമ്മൾ എന്തിനു ഭയപ്പെടും? ഞാൻ എന്നോട് കൂടി ചേർന്ന് പറയുക, ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് കിടന്ന് ഉള്ളം കലങ്കയല്ലേ? തലയായ ക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുന്ന നിനക്ക് എന്തിന് കലങ്ങണം? മനമേ ചഞ്ചലം എന്തിനായി? കരുതാൻ വല്ലവനില്ലയോ എന്ന് പാട്ട് പാടി പാടി കൈയടിച്ച് കൈ പൊട്ടിക്കും, എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. ഒന്ന് സമർപ്പിച്ച്, എല്ലാവരും സമർപ്പിച്ചെന്ന് സ്വോത്രം ചെയ്തേ, ഒന്ന് സമർപ്പിച്ചെന്ന് സ്വോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വോത്രം.